കഴിഞ്ഞ ദിവസം സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. പത്തനംതിട്ടയിൽ ഒരു 23-കാരൻ പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇയാൾ ചെയ്തത് വ്യക്തികളുടെ കോൾ ഡീറ്റെയിൽസും ലൊക്കേഷൻ വിവരങ്ങളും ചോർത്തി എടുത്തു ഹാക്ക് ചെയ്തു എന്നുള്ളതാണ് ഇയാളുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. പത്തനംതിട്ട അടൂർ സ്വദേശിയാണ്. കണ്ണങ്കോട് കോട്ടമുകൾ വാഴവിള പുത്തൻ വീട്ടിൽ ജോയൽ വി ജോസ് എന്ന 23-കാരനാണ് പത്തനംതിട്ട SP R ആനന്ദിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് പിടിയിലായത്. ഇയാളെ പത്തനംതിട്ട സൈബർ ക്രൈം സ്റ്റേഷൻ SHO BK സുനിൽ കൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുക്കണം എന്ന നിർദ്ദേശം വന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നാണ് എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ വ്യക്തികളുടെ CDRും ലൈവ് ലൊക്കേഷനും ഇയാൾ എന്തിന് ഹാക്ക് ചെയ്ത് എടുത്തു എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത് നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഒക്ടോബർ അവസാന വാരം ആണ് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്തനംതിട്ട ജില്ലയിലെത്തിയത്, ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെടുന്ന വിവരം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്, കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ കൃത്യമായി പ്രത്യേകം നിരീക്ഷിക്കുകയും ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. അതായത് ഈ കൃത്യമായിട്ടും വ്യക്തികളുടെ കോൾ ഡീറ്റെയിൽസ് അത് ശേഖരിക്കുക, അത് റെക്കോർഡ് ചെയ്യുക, അതുപോലെ ലൊക്കേഷൻ, അവരുടെ ഫോൺ നമ്പർ വച്ചിട്ട്, അവരുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ലൊക്കേഷൻ എവിടാണെന്ന് ട്രേസ് ചെയ്ത് അത് കൃത്യമായിട്ട് ചോർത്തിയെടുക്കുക. ഇങ്ങനെ ഇയാളുടെ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി ആഴമേറിയതാണ്, ഗൗരവമുള്ളതാണ്. കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ ഇത് സംബന്ധിച്ച് വളരെ വിശദമായി സമാന്തര അന്വേഷണം നടത്തി വരുന്നുണ്ട്. IBയും റോയും അടക്കമുള്ള ഏജൻസികൾ ഇത് സംബന്ധിച്ച് കൂടുതൽ സൈബർ ഇടങ്ങളിൽ തന്നെ കൂടുതൽ ആഴങ്ങളിൽ പരിശോധിച്ചു വരുന്നു. എന്തായാലും ഇയാളെ സൈബർ സ്റ്റേഷനിലെ FIR രജിസ്റ്റർ ചെയ്ത് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് പോലീസ് സംഘം ഇയാളുടെ വീട്ടിലെത്തി പരിശോധന നടത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ്, മെമ്മറി കാർഡ്, മൊബൈൽ ഫോൺ തുടങ്ങി എല്ലാം അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കമ്പ്യൂട്ടർ സുരക്ഷാ നിയമങ്ങൾ, മാനദണ്ഡങ്ങൾ എന്നിവ ലംഘിച്ച് ഓൺലൈനിലൂടെ ഇയാൾ അത് ദുരുപയോഗം ചെയ്തു, അതിനെ വിറ്റ് കാശാക്കി തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുക, അവരുടെ സ്വതന്ത്ര സഞ്ചാരത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന, അതിന് ഭീഷണിയാകുന്ന വിധത്തിൽ അവരുടെ ലൊക്കേഷനുകൾ കണ്ടെത്തുക, അത് ഇങ്ങനെ ഓൺലൈനിലൂടെ മൊബൈൽ നമ്പറും മറ്റും ഉപയോഗിച്ച് അത് കണ്ടെത്തുക, അത് കണ്ടെത്തി ആ ചോർത്തി കിട്ടിയ വിവരങ്ങൾ മറ്റാർക്കൊക്കെയോ നൽകുക തുടങ്ങിയ കുഴപ്പങ്ങൾ ഇയാൾ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇയാൾ ഹാക്ക് ചെയ്ത വ്യക്തികളുടെ സ്വകാര്യമായ മൊബൈൽ ഫോൺ നമ്പറുകളുടെ ലൈവ് ലൊക്കേഷൻ, കോൾ ഡാറ്റ റെക്കോർഡ് CDR ഇത് സംഘടിപ്പിച്ച് വിതരണം നടത്തി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നാണ് FIRൽ പറയുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 43R എലിയാസ് W 6672 എന്നീ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഇത് സംബന്ധിച്ച പ്രാഥമികമായ വിവരങ്ങളാണ്. പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഞെട്ടിക്കുന്നത്, ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അതൊന്നുമല്ല. ഇത്തരത്തിൽ ഒരാൾ ഈ കൃത്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ആ ജില്ലയിലേക്ക് നമ്മുടെ പ്രഥമ പൗര, നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു വരുന്നത്.
അങ്ങനെ പത്തനംതിട്ടയിലെത്തിയ രാഷ്ട്രപതി അവിടെ നിന്ന് ശബരിമലയിൽ പോവുകയും അവിടെ ദർശനം നടത്തുകയും അവിടെ നിന്ന് പിന്നീട് മടങ്ങുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് ഹെലിപ്പാഡുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ താൽക്കാലികമായി ഉണ്ടാക്കിയ ഹെലിപ്പാഡിൽ ഇറങ്ങുകയും അവിടുത്തെ കോൺക്രീറ്റ് ഉറയ്ക്കാത്തത് കാരണം അതിൽ പൂണ്ടുപോവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു വീഴ്ച സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, അല്ലെങ്കിൽ സംസ്ഥാനത്ത് രാഷ്ട്രപതിയുടെ സുരക്ഷ ഒരുക്കുന്ന വിഭാഗത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് വലിയ നാണക്കേടാണ് സംസ്ഥാനത്തിനുണ്ടാക്കിയത്. ഒപ്പം കേന്ദ്ര ഏജൻസികൾക്ക് ഇത്തരത്തിലൊരു വിവരം കിട്ടുകയും ചെയ്തിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ആ പത്തനംതിട്ടയിലെ അടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ, കേവലം 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ, അവരുടെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യുക, അതുപോലെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുക, ലൊക്കേഷനുകൾ ശേഖരിക്കുക, അവർ എങ്ങോട്ട് പോകുന്നു, എവിടെ നിൽക്കുന്നു, ഏത് ലൊക്കേഷൻ, ഏത് ടവറിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്, ഏത് സ്ഥലത്താണ് അവർ നിൽക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ ഇങ്ങനെ ചോർത്തിയെടുത്ത് മറ്റു പലർക്കും അത് വിതരണം ചെയ്ത് അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക. ഇതെല്ലാം നമ്മുടെ കേരള പോലീസോ കേരളത്തിലെ സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ക്രൈം വിഭാഗമോ ഇത് കണ്ടെത്തിയില്ല എന്നുള്ളത് അതിലേറെ വീഴ്ചയാണ്. അതേസമയം രാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുകയായിരുന്ന കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം, കേന്ദ്ര സുരക്ഷയൊരുക്കുന്ന സുരക്ഷാ ഏജൻസികൾ അത് കണ്ടെത്തി അവരുടെ നിർദ്ദേശാനുസരണമാണ് ഇയാൾ അറസ്റ്റിലായത് എന്നുകൂടി വരുമ്പോൾ ആ വാർത്തയ്ക്കുള്ളിൽ ദുരൂഹമായ എന്തൊക്കെയോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും ഇതൊരു നിസ്സാര കുറ്റകൃത്യമല്ല. വലിയ മാനങ്ങളുള്ള ഒരു കേസാണോ ഇത് എന്ന് സംശയിക്കപ്പെടുന്നു. എന്തായാലും നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ഹാക്കർമാരുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും ഇവർ സേവനം നൽകി വരികയാണ്. കൃത്യമായിട്ടും നമ്മുടെ പ്രതിരോധ രഹസ്യങ്ങൾ ഉൾപ്പെടെ ചോർത്താനുള്ള പരിശ്രമം പലപ്പോഴും നടന്നിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ദക്ഷിണ നാവിക കമാൻഡുണ്ട്, അതുപോലെ തന്നെ ദക്ഷിണ വ്യോമസേനയുടെ ആസ്ഥാനം കേരളത്തിലുണ്ട്. കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര പ്രതിരോധ മേഖലയിലെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള, VSSC പോലെയുള്ള, ഏഴിമല നാവിക അക്കാഡമി പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നിസ്സാര സംഭവമായിട്ട് കരുതി തള്ളിക്കളയാൻ കഴിയില്ല. വളരെ കൃത്യമായി ആഴത്തിലുള്ള അന്വേഷണം, പ്രത്യേക അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. സൈബർ വിദഗ്ധരായ പോലീസുകാർ ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട SP R ആനന്ദിൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇയാളെ നിരീക്ഷിച്ച് ഇയാളുടെ ചലനങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇനി ഇയാളുടെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും അതുപോലെ തന്നെ മറ്റ് ലാപ്ടോപ്പ് അടക്കമുള്ള സാധനങ്ങളും മൊബൈൽ ഫോണുമൊക്കെ കൂടുതൽ സൈബർ ഫോറൻസിക്കിൻ്റെ പരിശോധനയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കും എന്ന് കരുതുന്നു. ഇയാൾക്ക് ഏതെങ്കിലും വിധ്വംസക ശക്തികളുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ നമ്മുടെ സൈബർ വിങ് അതിനെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തിൽ, ആഴത്തിൽ അന്വേഷിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും രാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഇതിനെ കൂട്ടി വായിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കേസ് സംസ്ഥാന സൈബർ ക്രൈമിൻ്റെ കീഴിലായിരിക്കില്ല അന്വേഷിക്കുക, കേന്ദ്ര സൈബർ ഫോറൻസിക്കിൻ്റെ അന്വേഷണമായിരിക്കും വരിക എന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിന് തുടരെ ഇത്തരത്തിലുള്ള നാണക്കേടുകൾ സൃഷ്ടിക്കുന്നതിൽ നമ്മൾ മലയാളികൾ മുന്നിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ.